ജോൺ എബ്രഹാമിന്റെ സിനിമ നിങ്ങളെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ബട്ടണിനായി കൊതിക്കുന്നു. ജാതി വ്യവസ്ഥ എന്ന വിഷയം ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല, അതിനായി ശ്രമിച്ചതിന് നിർമ്മാതാക്കളെ പൂർണ്ണമായി ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും വേഗത കുറഞ്ഞതും നീട്ടിയ തിരക്കഥയും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു. ക്ലൈമാക്സിന് ഏകദേശം 30 മിനിറ്റ് മുമ്പ് ശർവരി വാഗിന്റെ കഥാപാത്രം വേദ് തന്റെ ബോക്സിംഗ് പരിശീലകനായ അഭിമന്യുവിനോട് ജോൺ എബ്രഹാം ചോദിക്കുന്നു, എന്തിനാണ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന്. രസകരമെന്നു പറയട്ടെ, ഏറ്റവും പുതിയ റിലീസായ വേദ കാണുമ്പോൾ മിക്ക പ്രേക്ഷകർക്കും ഉണ്ടാകാവുന്ന ചോദ്യമാണിത്. രാജ്യത്തെ ജാതി പ്രശ്നം ഉയർത്തിക്കാട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത ചിത്രം അതിന്റെ ഹൃദയം ശരിയായ സ്ഥാനത്താണ്. എന്നിരുന്നാലും സിനിമ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ പോലും വേഗത കുറഞ്ഞതും വലിച്ചുനീട്ടിയ തിരക്കഥയും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു. നിങ്ങൾ പ്ലോട്ടിൽ നിക്ഷേപിച്ചയുടൻ സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെ അലട്ടുന്ന ദാരുണമായ ഇടിവുകൾ ഉണ്ട്. നിഖിൽ അദ്വാനി സംവിധാനം ചെയ്ത വേദ ജോൺ എബ്രഹാമിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ആക്ഷൻ അവതാറിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. ഗൂർഖ റെജിമെന്റിലെ ഒരു കോർട്ട് മാർഷൽഡ് ഓഫീസറായി അഭിനയിക്കുന്ന അദ്ദേഹം സിനിമയിലുടനീളം തീവ്രവാദികളെയും പ്രാദേശിക ഗുണ്ടകളെയും റൌഡി ആൺകുട്ടികളെയും ഏറ്റെടുക്കുന്ന ഒരു ഒറ്റയാളാണ്. നിങ്ങളുടെ വിരലിൽ പോലും എണ്ണാൻ കഴിയുന്ന പരിമിതമായ ഡയലോഗുകൾ ഉള്ളപ്പോൾ അവൻ പഞ്ചിന്റെയും കിക്കിന്റെയും ഭാഷ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളെയും പോലെ വില്ലന്മാർ പറന്നുപോകുന്നു, വെടിയുണ്ടകൾ എല്ലിൽ പതിക്കുന്നു, കുറ്റവാളികൾ ജീവനുവേണ്ടി കരയുന്നു. കരച്ചിലിനെക്കുറിച്ച് പറയുമ്പോൾ ഈയടുത്ത മാസങ്ങളിൽ ഒരു മിഡാസ് ടച്ച് ഉണ്ടായിരുന്നതായി തോന്നുന്ന ശർവരി വാഗ് ദുരിതമനുഭവിക്കുന്ന പെൺകുട്ടിയായി അഭിനയിക്കുന്നു. അവൾ കുടുംബത്തിലെ പോരാളിയാണെന്ന് സൂചന നൽകുമ്പോൾ ശക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു പെൺകുട്ടി, അവളുടെ ശക്തി അവളുടെ സഹോദരിക്ക് മുന്നിൽ നിയമത്തെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ്. അവൾ തിരിച്ചടിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിരവധി നിമിഷങ്ങൾ സിനിമയിലുണ്ട്, പക്ഷേ നിങ്ങളെ നിരാശനാക്കിക്കൊണ്ട് അവൾ ജോണിന്റെ പുറകെ പാഞ്ഞെടുക്കുന്നു. അവൾ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതിനാൽ വേദയിൽ കൂടുതൽ ഹീറോയിസം വേണമായിരുന്നു, കാരണം യാതൊരു ധാർഷ്ട്യവും കാണിക്കാത്ത ഒരു വ്യക്തിയെ വേരൂന്നാൻ പ്രയാസമാണ്. നിർമ്മാതാക്കൾ വളരെക്കാലം കാത്തിരുന്നു, വീണ്ടെടുക്കാനുള്ള സമയം വന്നപ്പോൾ മാനസികാവസ്ഥ മാറി, പ്രേക്ഷകരെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ചൗള തന്റെ മക്കൾക്ക് ജാതീയതയുടെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് മികച്ച ലോകം നൽകാൻ ശ്രമിക്കുന്ന പിതാവായി തിളങ്ങുന്നു. തമന്ന ഭാട്ടിയെ നിങ്ങളുടെ ഹൃദയം കവർന്നെടുക്കുന്നു. സിനിമയിൽ അവളുടെ വേഷം വളരെ ചെറുതായിരുന്നുവെന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നു. അഭിഷേക് ബാനർജി ഭയാനകമായ പ്രധാന കഥാപാത്രത്തെ നന്നായി അവതരിപ്പിക്കുമ്പോൾ പാടൽ ലോകിലെ തന്റെ കഥാപാത്രത്തിന് അദ്ദേഹം കൊണ്ടുവന്ന തീവ്രത നിങ്ങൾക്ക് നഷ്ടമായി. വേദയിൽ ആശ്ചര്യമോ ഞെട്ടിക്കുന്നതോ ഒന്നുമില്ല, വില്ലൻ തികച്ചും വാനിലയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മറുവശത്ത് ക്ഷിതിജ് ചൗഹാൻ തന്റെ നിഷ്കളങ്കമായ മുഖത്തോടെ തുടക്കം മുതൽ തന്നെ തിന്മയെ അനുകരിക്കുന്നു. ജോണിന്റെ കഥാപാത്രം സുഗൂണിന്റെ ആഗ്രഹം കൊണ്ടാണ് അഭിനയിച്ചതെന്ന് വെളിപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയും പരിശീലകനും തമ്മിലുള്ള വൈകാരിക ബന്ധം നിർമ്മാതാക്കൾ കൂടുതൽ ആഴത്തിൽ പര്യവേക്ഷണം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സിനിമയ്ക്ക് കൂടുതൽ ആഴവും പാളികളും ചേർക്കാമായിരുന്നു. സ്ത്രീ 2, ഖേൽ ഖേൽ മേ എന്നിവയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ലഭിക്കുന്നതിനാൽ വേദയ്ക്ക് ബോക്സ് ഓഫീസിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടിവരും. എന്നാൽ നീണ്ട വാരാന്ത്യത്തിൽ നിങ്ങൾക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഒപ്പം ആക്ഷൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് പരിഗണിക്കാം.